ചിറകടിച്ചൂട് തകരും നേരം ജീവജലം തരും. 3 വർഷമായി ഞാൻ പാടിയിട്ട് മക്കളെ ഒട്ടും വയ്യേ? ഒട്ടും വയ്യ. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ നീല കണ്ടാരണി മണി വന്നേനെ. പറഞ്ഞു പുഴുത്ത വീടിനകത്ത് കഴുത്ത് പുഴുത്ത വീടും കാടും കണ്ടും വെള്ളം പുഴുത്ത വീടിനകത്ത് കഴുത്ത് പുഴുത്ത വീടും കാടും. മോനെ ശരി, എനിക്ക് മോന് സുഖമില്ല, വലിയ പനിയാണ്, എനിക്ക് ചുമയാണ്, ഇപ്പം പാടിയ കൊള്ളത്തില്ല. 3 വർഷമായി ഞാൻ പാടിയിട്ട് മക്കളെ ഒട്ടും വയ്യേ? ഒട്ടും വയ്യ. നെഞ്ചുവേദനയും പനിയും ചുമയായിട്ട്. അതുകൊണ്ട് എനിക്ക് വീട് എല്ലാം ചോദിച്ചു കിടന്ന് 20 വർഷമായി. ബ്ലോക്കിൽ നിന്ന് കിട്ടിയതാണ് എല്ലാം. ഒരു വീടിൻ്റെ പുറത്തൊരു മരം ഒടിഞ്ഞ് വീട് അത് അങ്ങനെ കിടക്കുക. പഞ്ചായത്തുകാരോട് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് വീടുമില്ല കൂടുമില്ല, കണ്ടം വെള്ളശല്യം അതങ്ങനെ. പിന്നെ കക്കൂസ് കുഴിക്കാൻ ഒക്കാത്ത ഒരു ഏരിയയാണ് വെള്ളശല്യം കൊണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും മാറി വീടും സ്ഥലവും മേടിക്കണം, അത് സഹായിക്കണം. അതെനിക്ക് വേണ്ട. ഇപ്പം അത്യാവശ്യം വീട് പണിയണം അല്ലേ? ആ, വീട് പണിയില്ലേലും എങ്ങോട്ടും മാറി മേടിച്ചാൽ മതി. ആ കണ്ടത്തിൽ വേണ്ട. കണ്ടത്തിലല്ലേ? മോനെ കൊണ്ട് അവിടെ താമസിക്കാൻ പാടാം? പറ്റത്തില്ല, വെള്ളശല്യമാണ്. വെള്ളം മഴ പെയ്യുമ്പോൾ ഭയങ്കര വെള്ളമാണ്, ഇറങ്ങാനും കയറാനും പറ്റില്ല. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അമ്മ ഇവിടെ ഇപ്പം റവന്യൂ ടവറിൽ ഇപ്പം വന്നു തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട് മോനെയും കൊണ്ട് വരുന്നത്? 30 വർഷമായി. 30 വർഷമായിട്ട് അമ്മ ഈ മോനെ കൊണ്ട് ഇവിടെ വരുവാണ് അല്ലേ? അടൂരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും അല്ലേ? ഇപ്പോൾ പാട്ട് പാടാൻ വയ്യ. 3 വർഷമായി. അവിടെ നിന്ന് പാടുന്നേ? അത് 40 വർഷമായി. എല്ലാത്തിനും വെള്ളത്തിൽ വീണ് മരിച്ചു. എവിടാ? പറക്കോട്ട് പാടത്തിൻ്റെ അവിടെ നിന്നാണ് മരിച്ചത്. ജനിയാണ്, ജനിയുടെ അസുഖമായിരുന്നു. പിന്നെ അതൊന്ന് വിശദമായിട്ട് പറയാമോ? ജനിയുടെ അസുഖത്തിൽ മരിച്ച് 40 വർഷമായി. യവന് തലയ്ക്ക് ഓർമ്മയില്ല. അന്ന് ജനിച്ചപ്പോഴേ ഇങ്ങനെയാണോ? ആണ്, ഓർമ്മയില്ല. ഞാനാ നോക്കുന്നത്. മോന് എത്രാമത്തെ? രണ്ടാമത്തെ. അയാളെ മോളായിരുന്നു, മഞ്ഞപ്പിത്തത്തിൽ മരിച്ചുപോയി. 20 വയസ്സിൽ മരിച്ചു. ചേർത്തിലെ മക്കളൊക്കെ ഉണ്ട്, അവരൊന്നും ഗുണമല്ല. അവർ കൂലിപ്പണിക്കാരോ മക്കളെ, അവരെന്തോ സഹായിക്കാരോ. കൊച്ചിലെയൊക്കെ കെട്ടിയിടുമായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പം അമ്മ ഈ പാട്ട് പാടി അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ ചിലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നത്? കഴിയുമായിരുന്നു, ചിലവ് കഴിയും. അവിടുന്ന് പാടുമായിരുന്നു. അവരുടെ മോനറിയാം ഞാൻ പാടുന്നതാണ്, നല്ലതായിട്ട് പാടുമായിരുന്നു. മോൻ്റെ പേരെന്താ? മുരുകൻ. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ നീല തണ്ടാരാണി മണി കണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ കണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ നീല തണ്ടാരണി മണി കണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ കണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. കൂട്ടുകാർ കൂടി നടപ്പാവൻ
കാട്ടിലുല്ലാസം ആറാടി ഇന്നവൻ കൂട്ടുകാർ കൂടി നാടൊപ്പവൻ കാട്ടിൽ ഉല്ലാസം ആറാടി ഇന്നവൻ ഗർഭങ്ങളെ തച്ചു കൊന്നവൻ കൊച്ചു മല്ലനെ പോരാടി നിന്നവൻ ഗർഭങ്ങളെ തച്ചു കൊന്നവൻ കൊച്ചു മല്ലനെ പോരാടി നിന്നവൻ. അവനങ്ങ് ഇറങ്ങിപ്പോകത്തില്ല നമ്മുടെ വീട്ടിൽ. ഉപദ്രവം ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല, എന്നെ ഇല്ല. ചെറുപ്പത്തിലൊക്കെ എന്നെ പിച്ചുമായിരുന്നു, ഇപ്പം ഇല്ല. ചെറുപ്പത്തിൽ ഇച്ചിരി കുസൃതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല അല്ലേ? ഇപ്പം എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ട്. 55 വയസ്സുണ്ടല്ലേ? എന്തെങ്കിലും പ്രത്യേകമായിട്ട് വേണമെന്നൊക്കെ പറയുക ചെയ്യില്ല? ഒന്നും പറയുന്നില്ല. ഒരു ദുശാഠ്യമൊന്നുമില്ല, ദുശാഠ്യങ്ങളൊന്നുമില്ല. എൻ്റെ ആത്മാവ് ജീവന് പോകണ്ടേ, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീട് വേണം. അതാണ് അത്യാവശ്യം. ഈ 4 വശവും വെള്ളമോ മഴ പെയ്യുമ്പോൾ കാടും കയറി കിടക്കുക. പഞ്ചായത്തുകാർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എന്താ പറഞ്ഞേ? മുരുകൻ്റെ പേരല്ലേ? എന്തുകൊണ്ടൊരു വിശേഷമൊക്കെ അറിയത്തില്ല. ഞങ്ങളിവിടെ കക്കൂസി പോകുന്നത് പറഞ്ഞു, അവിടെ ഇല്ല, കക്കൂസില്ല. അതെല്ലാം വൃത്തികേടായിട്ട് കിടക്കുക, വെള്ളം കയറി പൊങ്ങി അടച്ചിട്ട്. എല്ലാവരും സഹായിക്കുന്നുണ്ട് മക്കളെ. അല്ലെ ആത്മാവ് പോലും പഞ്ചാഗ്നി നടുവിൽ പഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ അഴകിൽ പഞ്ചാഗ്നി നടുവിൽ പഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ ചിറകടിച്ചൂട് തകരും നേരം, ചിറകടിച്ചൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ. ചിറകടിച്ചൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴി മരുഭൂമി തപസ്സു ചെയ്യും പേടാമ്പൽ ഞാൻ ദാഹജലം തരുമോ, അകജലം തരുമോ.